ഓല മിഗോസ് നമ്മൾ ടൊണാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ 2 മലയാളി അച്ഛന്മാരുണ്ട്. ഇതൊരു സെമിനാരിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അൾത്താര ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അൾത്താര. അൾത്താരയുടെ നടുക്ക് നല്ല ഫ്രീക്ക് ആയിട്ടുള്ളൊരു ഈശോ ഉണ്ട്. പിന്നെ അൾത്താരയുടെ കഥ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അൾത്താരയിൽ ഓരോ പീസസ് ഉണ്ടാക്കിയിരിക്കുന്നതും കളിമണ്ണ്, അതായത് ക്ലേയുടെ ക്യൂബ്സ് വെച്ചിട്ടാണ്. ഇതെനിക്ക് ഇവിടുത്തെ ഒരു ബ്രദർ സ്പാനിഷിൽ പറഞ്ഞു തന്നാണ്. അതിൻ്റെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ അൾത്താര ആദ്യം രൂപകൽപ്പന ചെയ്തപ്പോഴത്തേക്കും തടി കൊണ്ട് പണിയാനായിരുന്നു ഒരു ഉദ്ദേശിച്ചത്. പിന്നെ അത് കളിമണ്ണിലേക്ക് മാറിയതാണ്. അപ്പം മെക്സിക്കോയുടെ സ്പെഷ്യലായിട്ട് ഇവിടെ നോപ്പാൽ എന്നാണ്, കള്ളിമുൾ ചെടിയാണിത്. കള്ളിമുൾ ചെടീനെ നമുക്ക് അൾത്താര കാണാൻ പറ്റും. മെയ്സ്, ചോളത്തിൻ്റെ ചെടികളെ നമുക്ക് കാണാൻ പറ്റും. ദൂരെയുള്ളൊരു പള്ളി, മലമുകൾ, അവിടെ കർത്താവ് നടക്ക് നിന്ന് വിളവിൻ്റെ നാഥൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ബൈബിളിൽ. വിളകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നാഥൻ. അപ്പോൾ സൂര്യന് പകരം കർത്താവിനെയാണ് അവർ നടുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഗോതമ്പിൻ്റെ ചെടികളെ നമുക്ക് കാണാൻ പറ്റും. അത് കൂടാണ്ട് മെക്സിക്കോ ആയതുകൊണ്ട് ടക്കീല സ്പെഷ്യൽ ആയതുകൊണ്ട് ടക്കീല കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സ്, ദെൻ അഗാവെ ചെടിക്കകത്തുനിന്നാണ് ടക്കീല ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ കാണാം. ഞാൻ പറഞ്ഞില്ലേ ക്ലേയുടെ ഓരോ ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ ക്യൂബ്സ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് വെച്ചേക്കുന്നത് ഇതുപോലത്തെ കൊളുത്തിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാട്ടോ. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അടുപ്പിച്ച് വെച്ചേക്കണം. ഇങ്ങനെ ഓരോരോ പീസുകളാൽ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്ന കാരണം ഏതെങ്കിലും ഒരു പീസ് മിസ്സാക്കി കഴിഞ്ഞാൽ ഈ എൻ്റെ ആർട്ട് വർക്ക് നമുക്ക് നഷ്ടമാകും.